ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഇഫ്താർ സ്നാക്സ് ഉണ്ടാക്കിയാലോ. ഒരു വെറൈറ്റി ഇഫ്താർ സ്നാക്സാണ് ഇന്നുണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ അരിച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി നമ്മുടെ മാവെല്ലാം കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഡൗ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം എണ്ണയും കൂടെ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഒറിഗാനോ, പെരി പെരി മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, വിനാഗിരി, കോൺഫ്ലവർ പൊടി. ഇനി നമുക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട, സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ക്യാബേജ് അരിഞ്ഞത്, 1 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്, 1 കപ്പ് മയണൈസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാൻ വെക്കാം. അതിനായി ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അടച്ച് വെച്ച് ഫ്രൈ ചെയ്ത് വെക്കാം. ആ സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മാവ് ബോളുകളാക്കി നമുക്ക് പരത്തി ചപ്പാത്തിയായിട്ട് ചുടാം. ഞാനിപ്പോൾ നന്നായി ഒന്ന് മാവൊക്കെ ഒന്ന് അയഞ്ഞ് വന്നിട്ടുണ്ട്. ഓരോ ബോൾസ് വീതമാക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൈദ ഇച്ചിരി പൊടിയിട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ല രീതിയിൽ ചപ്പാത്തി പോലെ നല്ല വലുപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഒരുപാട് കട്ടി കുറച്ച് പരത്തിയെടുക്കരുത്. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ വെച്ചത് മറന്നു പോരുത്. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഓരോന്നും ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. ആദ്യം ഒരെണ്ണം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബബിൾ പോലെ പൊങ്ങി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കാസറോളിൽ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതോ നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റോളാക്കാം. അതിനായിട്ട് ഞാൻ ചപ്പാത്തി 4ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലൊരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു കോൺ രീതിയിൽ നമ്മൾ കുമ്പിളൊക്കെ കുത്തത്തില്ലേ, അതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് പോകാതിരിക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കോ ഇല്ലെങ്കിൽ ഒരു ഈർക്കിലി കമ്പോ ഒക്കെ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഒരു കുത്തി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ നേരത്തെ ക്യാബേജും മയോണൈസും എല്ലാം മിക്സ് ചെയ്ത ആദ്യത്തെ ഫില്ലിംഗ് ആയിട്ട് അതിടാം. പിന്നെ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനും അതിലോട്ടിട്ട് കൊടുക്കാം. ഇനി ഞാൻ സൈഡിലൊരു കുക്കുംബറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഫ്താർ സ്നാക്സ് ആയിട്ടും അല്ലാതെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ ഇഫ്താർ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.